കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. അവനതിനെ എടുത്തു തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉടഞ്ഞുപോയ ഒരു പാത്രത്തെ പോലെ ഇന്ന് പകൽ നിങ്ങൾ വീണ് കിടക്കുകയാണോ? തളർന്നിരിക്കുവാണോ? തകർന്നിരിക്കുവാണോ? നിങ്ങളുടെ വീഴ്ച കാണാൻ, നിങ്ങളുടെ വീഴ്ചയുടെ കാരണം അന്വേഷിച്ച് ഇന്ന് പകൽ ഒരുപാട് പേര് നിങ്ങളുടെ അടുക്കൽ വന്നേക്കാം. വിധിക്കാനും അഭിപ്രായം പറയാനും കുറ്റപ്പെടുത്തുവാനും ഒക്കെ. എന്നാൽ വീണ് കിടക്കുന്ന നിന്നെ ഒരു കൈ തന്ന് എഴുന്നേൽപ്പിക്കാൻ ഒരുവനെ വരത്തുള്ളൂ. അത് നിന്നെ മെനഞ്ഞ ദൈവമാണ്. അവനതിനെ എടുത്തു തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കാത്തവൻ, നിങ്ങൾ വീണ് കിടക്കുന്നത് കണ്ടു നിൽക്കാത്തവൻ വരും. നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ വരും, കരങ്ങളിൽ എടുക്കുവാൻ വരും. അവനാണ് നിന്നെ ആദ്യം തൊട്ടത്. അവൻ്റെ കരത്തിലാണ് നീ രൂപപ്പെട്ടത്. കളിമണ്ണായ നിന്നെ അവൻ കരങ്ങളിൽ എടുത്തപ്പോൾ അവൻ്റെ മനസ്സിലൊരു രൂപമുണ്ടായിരുന്നു, അവനൊരാശയുണ്ടായിരുന്നു. ഇത് അവൻ തുടങ്ങി വെച്ച പണിയാണ്. അവന് നല്ല നിശ്ചയമുണ്ട് ഇതിൻ്റെ അവസാനം എന്താകുമെന്ന്. ഇടവഴിയിൽ ഒരു വീഴ്ച വന്നു എന്ന് കരുതി എല്ലാം അവസാനിച്ചെന്ന് ചിന്തിക്കേണ്ട. നിന്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ നിന്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കാത്ത ഒരുവൻ, വീഴ്ച കണ്ടു നിൽക്കാത്ത ഒരുവൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ വരും. അവനാണ് നിനക്ക് വിലയിട്ടത്. അവനാണ് നിനക്ക് വേണ്ടി വില കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ പണിയുന്ന ദൈവമാണ്. നിങ്ങളെ പുതുക്കി പണിയുന്ന ദൈവമാണ്. നിങ്ങളെ മെനയുന്ന ദൈവമാണ്. ഉടഞ്ഞു പോയതിനെ വീണ്ടും കരങ്ങളിലെടുത്ത് മാനപാത്രമാക്കി പണിയുന്ന ദൈവമാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല. വിശ്വസിക്ക്, നിനക്കൊരു ഉടയവനുണ്ട്. ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്. ഭയങ്കരവും അതിശയകരമായിട്ടാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്. ദൈവം അത് കണ്ടു നൽകിയില്ല. പ്രിയപ്പെട്ടവരെ, ലോകം എന്നാണ് നമ്മെ പരിഗണിച്ചത്? നാം ഓരോരുത്തരും ഒരു പാത്രമായി തീർന്നപ്പോഴാണ് ലോകം നമ്മെ ശ്രദ്ധിച്ചത്, ലോകം നമ്മെ പരിഗണിച്ചത്, ലോകം നമുക്ക് വിലയിട്ടത്. പാത്രമായപ്പോഴാണ്. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ ചില വീഴ്ചകൾ വരുമ്പോൾ, താഴ്ചകൾ വരുമ്പോൾ, ഇന്നലകളിൽ നിന്നെ പരിഗണിച്ചവരും നിന്നെ വിലമതിച്ചവരൊക്കെ പുറംപറമ്പിലേക്ക് ഉപയോഗശൂന്യമായ ഒരു പാത്രം പോലെ വലിച്ചെറിഞ്ഞത് വന്നേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ പുറംപറമ്പിലേക്ക് തന്നെ നിന്നെ എഴുന്നേൽപ്പിക്കാൻ കടന്നു വരുന്നൊരു ദൈവമുണ്ട്. എവിടെ നീ വലിച്ചെറിയപ്പെട്ടോ അവിടെ അവൻ വരും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവൻ വരുന്നത്? ഈ ലോകം നിന്നെ ശ്രദ്ധിക്കാതെ പോയൊരു കാലമുണ്ട് നിനക്ക്. ഈ ലോകം നിന്നെ അറിയാതെ മനസ്സിലാക്കാതെ പോയൊരു കാലമുണ്ട് നിനക്ക്. വെറും കളിമണ്ണായിരുന്ന ഒരു കാലം, മനുഷ്യർ ചവിട്ടിക്കളയുന്ന ഒരു കളിമണ്ണ് പോലെ അത്രത്തോളം വില കുറഞ്ഞ ഒരു കാലം. അന്ന് നിന്നെ കണ്ട ഒരു കണ്ണുണ്ട്, നിന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി വില കൊടുത്ത ഒരു ദൈവമുണ്ട്. ആ കളിമണ്ണിനെ കരങ്ങളിൽ എടുത്ത് തൻ്റെ കരങ്ങളിൽ ഒരു പാത്രമായിട്ട് അവൻ രൂപകൽപ്പന ചെയ്തപ്പോഴാണ്
ഈ ലോകം നിന്നെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ തകർച്ച വന്നാലും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളെ മെനഞ്ഞ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവം അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.